ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടക്കുന്നതിനിടെ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേരുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് രജിത് കുമാർ നൽകും. രജിത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേരുകയാണ്. നേരത്തെ നിയമോപദേശമൊക്കെ നേടിയിട്ടുണ്ട് ചില വിഷയങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ബോർഡിൽ ചർച്ച വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ അടക്കം നടപടിയെടുക്കാവുന്ന കാര്യങ്ങളിലേക്കല്ലേ പോകുന്നത്? തീർച്ചയായും ശബരിമലയിലെ സ്വർണ്ണമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളികൾ മോഷണം പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം ബോർഡ് യോഗത്തിലുണ്ടാവുകയും. രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായുള്ളത്. ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേരുമ്പോൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചിന്റെ FIRും ദേവസ്വം ബോർഡിന്റെ മുന്നിലുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ യോഗത്തിൽ ഏറ്റവും പ്രധാന ചർച്ചകൾ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ട് കേസുകളാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ രണ്ട് കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതിയെങ്കിൽ രണ്ടാമത്തെ കേസിൽ മാത്രമാണ്. ആദ്യത്തെ കേസിൽ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസാണ്. രണ്ടാമത്തെ കേസിൽ കട്ടളയുടെ പാളികൾ മോഷണം പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസാണ്. അതിൽ തന്നെ 8ാമത്തെ പ്രതിയായാണ് ദേവസ്വം ബോർഡിലുള്ള ആളുകളെ, അത് പേരെടുത്തു പറയാതെ ദേവസ്വം ബോർഡിലുള്ള ആളുകളെ പരാമർശിച്ചുകൊണ്ട് 8ാമത്തെ പ്രതി ചേർത്തിരിക്കുന്നത്. ഇതിൽ അത് സർക്കാരിന്റെ കൂടി നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പരാമർശിക്കാതെ, അംഗങ്ങളുടെ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പരാമർശിക്കാതെ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ എന്ന രീതിയിൽ ഒറ്റ പേരിൽ മാത്രം അത് പരാമർശിച്ചു പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇക്കാര്യങ്ങളൊക്കെയും ഇന്നത്തെ യോഗത്തിൽ പ്രധാന ചർച്ചയാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം ബോർഡിന്റെ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം വിരമിച്ചു പോയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ എന്ത് നടപടികൾ സ്വീകരിക്കാമെന്നത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാം എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ PS പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നത്. ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗത്തിൽ ആ കാര്യങ്ങളടക്കം ചർച്ച വരും. മുരാരി ബാബുവിനെതിരെയാണ്, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെതിരെ മാത്രമാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെതിരെ മാത്രമാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്, അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടികളാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ മറ്റു നടപടികൾ എന്തൊക്കെ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാന ചർച്ചയാവുകയും തീരുമാനങ്ങൾ ഉണ്ടാകാനും പോകുന്നത്. വിരമിച്ച ഉദ്യോഗസ്ഥരുണ്ട്. ആ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടികൾ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ അറിഞ്ഞു. ഈ വിരമിച്ച ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക സഹായം സർക്കാർ ദേവസ്വം ബോർഡിൽ നിന്നുള്ള സാമ്പത്തിക നൽകുന്നതൊക്കെ പിടിച്ചുവെക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. ഇന്ന് അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. കാരണം അത്തരത്തിലുള്ളൊരു നടപടികളിലേക്ക് മാത്രമേ വിരമിച്ച ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ പോകാൻ കഴിയുള്ളൂ. മറ്റ് അന്വേഷണം നേരിട്ട് ക്രൈംബ്രാഞ്ചിൽ നിന്നുള്ള അന്വേഷണത്തിൽ ഉൾപ്പെടെയായിരിക്കും മറ്റ് നടപടികളിലേക്ക് അടക്കം പോകാൻ കഴിയുക. എന്തുതന്നെയായാലും ദേവസ്വം ബോർഡിന്റെ ഇന്നത്തെ യോഗം ഏറെ നിർണായകമാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ, ഈ രണ്ട് റിപ്പോർട്ടുകളിൽ, അല്ലെങ്കിൽ ഒന്ന് FIRലും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലും എന്ത് നടപടിയായിരിക്കും ദേവസ്വം ബോർഡ് കൂടുതലായി എടുക്കാൻ പോകുന്നത് എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. അത്തരത്തിൽ ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കേസുകൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിൽ ഇതിനെ നേരിടണം എന്നത് സംബന്ധിച്ചും ഒരുപക്ഷെ രാഷ്ട്രീയമായി തന്നെ ഇതിനെ നേരിടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അന്നത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഉൾപ്പെടെ പ്രതിസ്ഥാനത്തേക്ക് പേര് എടുത്തു പറയാതെ പ്രതിസ്ഥാനത്തേക്ക് പരാമർശിച്ചത് ഉൾപ്പെടെ കാണേണ്ടതുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗത്തിൽ വരാൻ പോകുന്നത് 22-ാം തീയതി രാഷ്ട്രപതിയുടെ സന്ദർശനം ശബരിമലയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുന്നതിനും നടപ്പാക്കുന്നതിനും ഭാഗമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ എത്തുകയും അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. അക്കാര്യങ്ങളൊക്കെയും ഇന്നത്തെ യോഗത്തിൽ പ്രധാന ചർച്ചയാകും. കാരണം തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു നിലയ്ക്കലിലെത്തുന്നത്. നിലയ്ക്കലിൽ നിന്ന് റോഡ് മാർഗം പോകും എന്നാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്നും എന്തെങ്കിലും തരത്തിൽ വ്യത്യാസങ്ങളുണ്ടോ, അല്ലെങ്കിൽ അക്കാര്യങ്ങളൊക്കെയും ഏതെങ്കിലും തരത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്തണം, അല്ലെങ്കിൽ ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാലുള്ള ഒരുക്കങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഏത് തരത്തിലായിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പ്രധാനപ്പെട്ട രണ്ട് അജണ്ട എന്ന് പറയുന്നത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടും ഒപ്പം തന്നെ FIRലെ രണ്ട് FIRകൾ, ഈ ശബരിമല കേസുമായി, ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 FIRകൾ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളായിരിക്കും പ്രധാനമായും ഉണ്ടാവുക. രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില തീരുമാനങ്ങൾ ദേവസ്വം ബോർഡ് എടുക്കേണ്ടതുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് രജിത് കുമാർ നൽകിയത്.